അമിതവണ്ണത്തിൻ്റെ കാരണമായി ഇങ്ങനെ ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത്, ആ ഫാറ്റ് തന്നെ നമ്മളുടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു മെസ്സേജിങ് സിസ്റ്റമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഫാറ്റ് കാരണം നമ്മളുടെ BP കൂടുന്ന ഒരു സാഹചര്യം വരികയാണ് ഈ സിഗ്നലിംഗ് വെച്ച് തന്നെ. അപ്പം ആ ഒരു പ്രഷർ കൂടുന്നത് ഈ പറഞ്ഞ ഹാർട്ടിനെ ഒക്കെ ബാധിക്കുകയും ചെയ്യുന്നു, അല്ലേ? പ്രഷർ കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പ്രഷർ എങ്ങനെയാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഹാർട്ടിന് എന്തുകൊണ്ടാണ് ഇവർക്ക് അറ്റാക്കൊക്കെ വരുന്നത്? ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ രക്തക്കുഴലുകൾ ഹാർട്ടിൻ്റെ പുറത്തുകൂടെയാണ് ഈ രക്തക്കുഴലുകൾ പോകുന്നത്. അപ്പം പല ഈ ഹാർട്ട് പേഷ്യൻസിൻ്റെ നമ്മളിപ്പം ഈ ബൈപ്പാസിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പം കാണാം, അതിനകത്ത് നിറച്ച് കൊഴുപ്പടിഞ്ഞിരിക്കുകയായിരിക്കും. ഈ രക്തക്കുഴലുകളുടെ ചുറ്റും തന്നെ കൊഴുപ്പടിഞ്ഞിരിക്കുക. ഈ കൊഴുപ്പെല്ലാം ഇതിനകത്തേക്ക് കയറും. അപ്പോൾ ഇതിന് ഇൻഫ്ലമേഷൻ വരികയാണ്. ഈ പലപ്പോഴും നമ്മൾ കാൽസ്യം സ്കോറൊക്കെ ചെയ്യുമ്പം കാൽസ്യം സ്കോർ കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്ലാക്കാണ്, അത് കാരണം സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. പിന്നെ ഇപ്പം സ്പെഷ്യൽ റൊട്രാക്ടറൊക്കെ വെച്ചിട്ടുള്ള അതിനെ ആ കൊഴുപ്പിനെ ഒന്ന് കാൽസിഫൈഡ് കൊഴുപ്പിനെ ഒന്ന് പൊടിച്ച് കളഞ്ഞിട്ട് സ്റ്റെൻറ്റ് ഇടുക എന്നൊക്കെയുള്ള ടെക്നോളജിയൊക്കെ പറയുമല്ലോ. ഇതിലൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോഴാണ് അതിനകത്ത് കാൽസിഫിക്കേഷൻ വരുന്നത്. കാൽസിഫിക്കേഷൻ വരാനും ഇൻഫ്ലമേഷൻ വരാനും എന്താ കാര്യം? അവിടെ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ഇതാണ്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റീവായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിഫിക്കേഷൻ വരുന്നത്. ഈ പ്ലാക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് അവിടെ നിന്ന് വിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിലേക്കൊക്കെ പോയി ഈ ത്രോംബോസിസും ഇതൊക്കെ വരാം. അപ്പം നമ്മളുടെ ബോഡി ഈ കാൽസിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫാറ്റ് പൊട്ടി അതിനകത്തു നിന്നുള്ള ലീക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലോട്ട് വന്ന് ആ രക്തക്കുഴലിൽ തന്നെ അടഞ്ഞു പോവാം. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്റ്റീവായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഈ ഹാർട്ട് നമുക്ക് ഈ പ്രഷർ പേഷ്യൻസിന് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ വെയിറ്റ് ഒക്കെ പൊക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിലൊക്കെ, കൈയുടെ മസിൽ, ബൈസെപ്സ് ഒക്കെ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ഒക്കെ എടുക്കും. എന്ന് പറഞ്ഞാൽ ഹാർട്ടിനും കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽ വരും. അതിനാണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്.